السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. ബഹുമാനപ്പെട്ട സൈനുദ്ദീനുൽ മഖ്ദൂം റളിയല്ലാഹു അൻഹു അദ്കിയാത്തിൽ ലാ തത്രുകന്ന ജമാഅത്തൻ ഖദ് ഫുളിലത് ബിസ്സബഇ വൽ 20 മിൻ ഫദ്ലിൻ അലാ. ആ മഹാൻ ചൊല്ല്, നീ ഒരിക്കലും 27 ദർജ മഹത്വമുള്ള ജമാഅത്ത് ഒഴിവാക്കൂ തീറ. ലാ തത്രുകന്ന ജമാഅത്തൻ ഖദ് ഫുളിലത്, വലിയ മഹത്വമുള്ളതാണ് ജമാഅത്ത് നിസ്കാരം. അപ്പോൾ 27 പട്ട് കൂലി എക്സ്ട്രാ കിട്ടു, അതുകൊണ്ട് അത് നീ ഒഴിവാക്കണ്ട. എന്നിട്ട് വലിമത്തഅല്ലുമു ഇൻ തകുന്ത തസാഹലു ഫീ മിസ്ലി ഹാദർ റിബ്ഹി അഖ്സറ അജ്ഹല, ഇത്രയും വലിയ ലാഭം നീ ബുഡ്രാണ്ടായെങ്കിൽ നീ എന്തിനാണ് പഠിക്കലേ? ഈ വിഷയങ്ങൾ എന്തിനാണ് നീ പഠിച്ചോണ്ടുള്ളേ? നീ വലിയ പരാജയപ്പെട്ട ആളല്ലേ, ജാഹിലല്ലേ, വിവരമില്ലാത്ത ആളായി മാറല്ലേ? നിന്റെ പഠിപ്പ് കൊണ്ട് എന്ത് ലാഭാണുള്ളേ? കാരണം നീ കൊന്തുണ്ടു ഈ ഒരു കച്ചവടാക്കിയെങ്കിൽ 27 പട്ട് എക്സ്ട്രാ കിട്ടു, എന്നിട്ടും ആ കച്ചവടത്തിന് നീ പോയോണ്ടില്ല എങ്കിൽ നീ പരാജയപ്പെട്ടവനാണ്, നഷ്ടക്കച്ചവടക്കാരനാണ്, നീ നഷ്ടത്തിലാണുള്ളേ. അതുകൊണ്ട് ഇങ്ങനെ മഹത്വം കിട്ട ഒന്നും നീ ഒഴിവാക്കണ്ട. ബഹുമാനപ്പെട്ട സൈനുദ്ദീനുൽ മഖ്ദൂം റളിയല്ലാഹു അൻഹു ചെന്നോണ്ടുണ്ട്. എവിടെയും അങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പലതും നമുക്ക് വാഗ്ദാനാക്കി, ദീന്റെ വകെ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ആക്കിയെങ്കിൽ അതൊക്കെ ഇങ്ങനെയെല്ലാം പ്രതിഫലം കിട്ടുക. അവിടെ പലപ്പോഴും ഞങ്ങളെപ്പോലത്തെ ആൾമാർ ബാക്ക് അവിടെ അതെടുക്കുക അങ്ങ് പോണ്ടില്ലേ. കാരണം എന്തേലും ചൊന്നെങ്കിൽ അത് പിന്നത്തെ വിഷയമല്ലേ, അത് ഈ ആജിലായ വിഷയമല്ലല്ലേ, പെട്ടെന്ന് കിട്ടുന്നതല്ലല്ലേ. ഭൗതികമായ ഓഫർ പലപ്പോഴും മനുഷ്യൻ അതിലെ ബാക്കിൽ പെട്ടുപോണ്ട. 100 രൂപ റീചാർജ് ആക്കിയെങ്കിൽ 150 രൂപ കിട്ടുമെന്ന് ചൊന്നെങ്കിൽ അത് കിട്ടുകയായിട്ടാവണു 100 രൂപ ചിലവാക്കിയിട്ട് വേണമെങ്കിൽ പോണ്ട. അവിടെ പോയിട്ടാകുമ്പോൾ 250 രൂപ ആയിട്ട് ടോട്ടൽ അതവൻ ആൽച്ചനാക്കില്ല. കാരണം ഈ പെട്ടെന്ന് കിട്ടുന്ന ഓഫറിൻ്റെ ബാക്കിൽ അവൻ പോണ്ട. ഇവിടെയെല്ലാം ഈമാൻ ഉള്ള ആൾമാർ, മോമിനീങ്ങളെ ಬಗ್ಗೆ ചെല്ല ഗൈബ് കൊണ്ട് വിശ്വസിക്കുന്ന ആൾമാർ, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, ഗൈബ് കൊണ്ടങ്ങ് വിശ്വസിക്കാറ്, കാണാത്തത് വിശ്വസിക്കാറ്. ഖബറു, മഹ്ശറ, അതുപോലെ നരകം, സ്വർഗം, മീസാൻ, ഇങ്ങനെ പലതുമുണ്ട്. ഗൈബാണ്, ഏകദേശം ഗൈബാണ്, ഞങ്ങൾ കാണാത്തതാണ്. അതിൽ വിശ്വസിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരാൾ മോമിനാവുടെ ഈമാനുള്ള ആളാവുടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പലതും നമുക്ക് വാഗ്ദാനാക്കിയത്, അള്ളാഹു തആല വാഗ്ദാനാക്കിയ ആ വാഗ്ദാനത്ത് ഒരിക്കലും ഉല്ലംഘനാക്കിടവണോ അള്ളാഹു ഒരിക്കലുമല്ല. പക്ഷേ ആ വാഗ്ദാനം ആക്കിയവിടെ ഞങ്ങ കാണ്ടില്ല, അതിനെ എത്തിപ്പിടിക്കുള്ള ശ്രമം ഞങ്ങളെ മുട്ട ബണ്ടില്ല. 10 കിട്ടുണ്ടാ ചൊന്നേ 70 കിട്ടു, 700 കിട്ടു. അല്ലാഹു യുളാഇഫു ലിമൻ യശാ, പലപ്പോഴും അള്ളാഹു അധികരിപ്പിക്കട, ഇരട്ടിക്കൊടുക്കട, ഇങ്ങനെയെല്ലാം ഉണ്ട്. പക്ഷെ അവിടെ ഞങ്ങൾ എത്തിക്കിട്ടില്ല, അവിടെ ഞങ്ങൾ പോണ്ടില്ല. ദുനിയാവുടെ വിഷയത്തിലാണ് എങ്കിൽ ഞങ്ങൾ ഓടിപ്പോണ്ട. പല ചൈൻ ബിസിനസ്സും അതിലും ഇതിലും പല ആൾമാർ കൂടാറ്, പലതും പണ്ടേണ്ടുണ്ട്. മാർക്കറ്റുകളിലും അല്ലെങ്കിൽ ആൾമാരൊട്ടിക്ക് മുണ്ടുമ്പോൾ വ്യത്യസ്തമായ കച്ചവടങ്ങൾ, ഓൺലൈൻ ബിസിനസ്സുകൾ, സുബ്ഹാനല്ലാഹ്, പലത് പുതിയ കുപ്പിലായിട്ട് എന്തെല്ലാം രൂപത്തിൽ അവതരിപ്പിക്കാറ്. വാസ്തവത്തിൽ അതെല്ലാം നിഷിദ്ധമായിട്ടിരിക്കുക. പലതിൻ്റെ ബാക്കിൽ നിങ്ങൾ ഇറങ്ങി നോക്കുമ്പോൾ പലതും നിഷിദ്ധമാണ്. മനുഷ്യന്മാരെ നട്ടം തിരിക്കുക, പല ആൾമാരിക്കിടാറ്, ലക്ഷക്കണക്കിൽ പൈസ ഞങ്ങളെ കൈയുടെ എടുത്തിടാറ്, നല്ല നല്ല വാഗ്ദാനങ്ങൾ കൊടുക്കിടാറ്. ഇതാ 1000 രൂപ തന്നെങ്കിൽ 100 രൂപ കിട്ടും, നിൽക്ക് 10,000 തന്നെങ്കിൽ 2000 രൂപ കിട്ടും, 3000 രൂപ കിട്ടും. കുറച്ച് സമയം കൊടുക്കിടാറ്, പിന്നെ മുങ്ങിടാറ്. ഈ അടുത്താണ് 100 കോടിയുമായിട്ട് ഒരു ചെറുക്ക മുങ്ങി. സുബ്ഹാനല്ലാഹ്, അവനക്ക് കോടിക്കണക്കിൽ പൈസ കൊടുത്തങ്ങുള്ളാറ്, ലക്ഷക്കണക്കിൽ കൊടുത്താറ്. മനുഷ്യക്ക് അമിത ആശയാണ്, ആഗ്രഹമാണ്. അതിലെ ബാക്കിൽ അങ്ങ് പൂണ്ടിട്ടു, അവസാനം നട്ടം തിരിഞ്ഞിട്ട് പോയാൽ കിട്ടിയയില്ല. 100 കോടിയുമായിട്ട് അവൻ മുങ്ങിയ. അങ്ങനെ ഞങ്ങൾ ആസുപാസിൽ നോക്കുമ്പോൾ കോടിയുമായി മുങ്ങിയ പല ആൾമാറുമുള്ള. പക്ഷെ എത്ര വാർത്തകൾ വന്നെങ്കിൽ മനുഷ്യൻ അതിൽ പെട്ടുപോണ്ട. എന്തുകൊണ്ടാണ്? ക്ഷണികമായ പെട്ടെന്ന് കിട്ടണമെങ്കിൽ ലാഭത്തെ ബാക്കിൽ അവൻ പോണ്ട. അതുകൊണ്ട് എന്തെല്ലാം ടൈപ്പ് ഓൺലൈൻ ബിസിനസ് ഉണ്ട്, വേറെ വേറെ പേര് ചെന്നിട്ട് ഹലാലാക്കിയിട്ട് ഞങ്ങൾ അതിൽ കൂടുക യാ റബ്ബ്. കാരണം ഞങ്ങൾക്കത് സഡൻ കിട്ടിയോണ്ടുണ്ട്, ആജിലാണത്, പെട്ടെന്ന് കിട്ടുന്നത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്നെങ്കിൽ ചൈൻ ബിസിനസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ബിസിനസ് ഉണ്ട്, ലിങ്ക്. എന്താണത്? മൻ ദല്ല അലാ ഖൈറിൻ ഫലഹു മിസ്ലു അജ്രി ഫാഇലിഹി. ഒരാൾ ഒരു ഖൈറിന്റെ മേൽ അറിയിച്ചെങ്കിൽ അയാൾ അതാക്കിത്തുണ്ടായെങ്കിൽ ആക്കിയാളുടെ കൂലി നക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരാൾക്ക് ഒരു ഖൈർ ചൊന്നു കൊടുക്കുമ്പോൾ അതിങ്ങനെ നക്ക് നിരന്തരമായി അയാൾ ആക്കിട കാലത്തോളം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാനൊരു വഖഫാക്കിയാണ്ടായെങ്കിൽ നിരന്തരമായി നിന്റെ കബറുക നങ്ങ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരിക്കലും മുറിയാത്ത ചൈനുള്ള എനിക്കത്തെ എത്രമാ ബിസിനസ്, ഉഖ്റവിയായ ബിസിനസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പാട്ടി തന്നത്. പക്ഷെ അതിലെ ബാക്കിൽ പലപ്പോഴും ഞങ്ങൾ പോയോണ്ടില്ല. യഥാർത്ഥത്തിൽ അള്ളാഹുടെ പോലെ കൂലി തരണു സാധ്യമുള്ളവൻ ആരാണ്? ഒരിക്കലുമില്ല. ദുനിയാവുള്ളോർത്ത ബിസിനസ്സുക്ക് ഞങ്ങളെ മുട്ട വന്നാണ്ടായെങ്കിൽ അവൻ ചിലപ്പോൾ ചെല്ലുക, നീ 1000 രൂപ തന്നെങ്കിൽ ഒരു നാൾക്ക് നിൽക്ക് 100 രൂപ തണ്ടേ.
അതല്ലാണ്ട് 1000 രൂപ തന്നെങ്കിൽ 10,000 രൂപ ലാഭം തണ്ടാൻ ചൊല്ല ഒരാളും ദുനിയാവുള്ളൂ ഒരു കോട്യാധിപത്യം ഇല്ലല്ലേ, ഒരിക്കലും മിണ്ടുതോള ജനിച്ച് വന്നിട്ടില്ല അങ്ങനത്തെ കോട്യാധിപതി. എത്ര വലിയ നമ്പർ 1 കോട്യാധിപതി ആയെങ്കിലും നീ 1 ലാക്ക് തന്നെങ്കിൽ 10 ലാക്ക് നിൽക്ക് ലാഭം തണ്ടാൻ ചൊന്നവൻ ഇല്ലേ ഇല്ല. 1000 രൂപ തന്നെങ്കിൽ 100 രൂപ തണ്ടേ. അങ്ങനെ 1000 രൂപ കൊടുത്തവനുക്ക് 30 നാളാവുമ്പോൾ പൈസ എത്ര ഇത്ത് അവനുക്ക് അങ്ങ് 3000 രൂപ ഇത്ത്. സുബ്ഹാനല്ലാഹ്. പിന്നെയും 1000 കൂട്ടിയിട്ട് അവൻ അതിൻ്റെ ബാക്കിൽ കൂടിയ. പക്ഷെ ദുനിയാവുടെ ഏത് കച്ചവടക്കാരനും ഏത് ബിസിനസ്സുകാരനും ഏത് കോട്യാധിപത്യവും ഇങ്ങനെ ഓഫർ കൊടുക്കുക സാധ്യ. പക്ഷെ അള്ളാഹു അങ്ങനെയല്ല ചെന്നുകൊണ്ടുള്ളേ. 1 നിങ്ങൾ തന്നെങ്കിൽ 10 തണ്ടേ. അല്ല ഒരു നിസ്കാരം ജമാഅത്തായി നിസ്കരിച്ചെങ്കിൽ 27 തണ്ടേ. 100 ഉറുപ്പ തന്നെങ്കിൽ അതിൽ 27 പട്ടാണ് കിട്ടിയോണ്ടുള്ളേ. 100 രൂപ കൊടുത്തവനുക്ക് 2700 കിട്ടിയോണ്ടുണ്ടു. സുബ്ഹാനല്ലാഹ്. 1000 കൊടുത്തവനുക്ക് 27,000 കിട്ടിയോണ്ടുണ്ട്. ഇങ്ങനെ ഒരു ഓഫർ ആക്കുക ആർക്കാണ് സാധ്യം? ഒരിക്കലും സാധ്യമല്ല. അത് സാധ്യമുള്ളവൻ അള്ളാഹു മാത്രമാണ്. സുബ്ഹാനല്ലാഹ്. വലില്ലാഹി ഖസായിനുസ് സമാവാതി വൽ അർദ്. പലപ്പോഴും അത് തന്നെ ചിന്തിക്കില്ല. ആകാശഭൂമിയുടെ ഖജനാവ് അള്ളാഹുടെ കയ്യിലാണ്. അപ്പം ഇത് പിന്നെ കിട്ടുന്നതെന്ന് ചൊല്ലുമ്പോൾ ഞങ്ങൾ ആ ഗൈബയുടെ ബാക്കിൽ പോണ്ടില്ല. ഞങ്ങൾക്ക് അർജൻറ്റ് കിട്ടുന്നത് മാത്രം വേണു. ഖുർആൻ സൂറത്തുൽ ഇഖ്ലാസ് 3 വട്ടം ഓതിയെങ്കിൽ ഖുർആൻ ഖത്മ് തീർത്ത പ്രതിഫലം കിട്ടുക പോവട്ട്. ഖുർആൻ്റെ ഒരു ഹർഫ് ഓതിയെങ്കിൽ എത്രമാ പ്രതിഫലം കിട്ടുക. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു അലിഫ് ലാം മീം 3ഉം കൂടി ഒരു ഹർഫ് ഞാൻ ചൊല്ലില്ല. അലിഫും ഹർഫാണ്, ലാമും ഹർഫാണ്, മീമും ഹർഫാണ്. 1 കുറഞ്ഞിട്ട് 10 കിട്ടുമ്പോൾ ഒരാൾ ഒരു ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുമ്പോൾ എത്ര അക്ഷരം അതിലുണ്ട്, ഒരു യാസീൻ ഓതുമ്പോൾ എത്ര അക്ഷരമുണ്ട്, അവന് കിട്ടുന്ന പ്രതിഫലങ്ങൾ എത്ര ആയിട്ടിക്കും. അതിൽ വർണ്ണിക്കുക ആർക്കാണ് സാധ്യം? അത് എത്ര ബെൽതാണ് ചൊല്ലുകാവില്ല. കാരണം ഞങ്ങളെപ്പോലത്തെ ലാട്ടുപോട്ട് ആൾമാർ കൊടുക്കുന്നതല്ലല്ലേ. ആകാശഭൂമിയുടെ ഖജനാവുകൾ ഉള്ളെങ്കിത്ത റബ്ബാണ് കൊടുക്കുന്നത്. ആ റബ്ബ് ചെറിയ ഖജനാവ് ഓപ്പണാണ് ആക്കിയത്. അതിലാണ് ലോകത്തെ നമ്പർ 1 കോട്യാധിപതിയുടെ പൈസവും അതിലാണ്. അതിലെ ആകാശഭൂമി ബംഗാർ കൊണ്ട് നിറക്കണമെങ്കിത്ത പൈസ അതിലേ ഉണ്ട്. പിന്നെയും എത്രയും ഖജനാവ് അള്ളാഹു ബാക്കിയാണ്. അങ്ങനത്തെ പടച്ചോനാണ് ഗിഫ്റ്റ് തന്നുകൊണ്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. അവൻ്റെ അത് എത്ര ആയിട്ടിക്കും? 1 10 70 700 വല്ലാഹു യുളാഇഫു ലിമൻ യശാ. അവൻ ഉദ്ദേശിച്ച ആൾമാർക്ക് പിന്നെയും കയ്യും കണക്കുമില്ലാണ്ട് കൊടുക്കൂടാ. ബിഗൈരി ഹിസാബുണ്ട് പല ജാഗയിൽ ഖുർആൻ ചെന്ന പോലെ കയ്യും കണക്കുമില്ലാണ്ട് കൊടുക്കൂടാ. അപ്പോൾ അവൻ്റെ അത് എത്രയായിട്ടിക്കും വർണ്ണിക്കോ സാധ്യയില്ല. ഇവിടെയാണ് ദുനിയാവിൽ ചിലപ്പോൾ ഇങ്ങനൊരു ഓഫർ വെച്ചെങ്കിൽ എന്താവും ഞങ്ങൾ ആലോചനാക്കുമ്പോൾ എങ്ങനെ. അതായത് പിന്നെ നിസ്കാരത്തുക വേണ്ടവണു ജമാഅത്തുക നിസ്കാരത്തുക വേണ്ടവണു 1000 രൂപ എങ്കിലോ 5 വക്തിൽ ആലെ കൊറടിയാവലെന്ത്. കാരണം എന്തേ? ഒരു നാൾക്ക് 5 വട്ട പള്ളിക്ക് ജമാഅത്ത് പോയെങ്കിൽ 5000 രൂപ നയിക്കുകയോടും. ഭർത്താവൻ പോയെങ്കിൽ 500 രൂപ മേലെ നയിക്കുകയോടെ. ഇവിടെ 5000 നയിക്കുകയോടും. ഇനിയോ പിന്നൊരു ഓഫർ ഇക്കട്ടുള്ള 1ാമത്തെ സഫിൽ നിൽക്കണവനക്ക് 2000 രൂപ മിത്ത് ചൊന്നെങ്കിൽ എന്താവും? അവിടെ മുസല്ല വെച്ച് നാട്ടിട്ട് അങ്ങ് തെക്കത്താർ. ഞങ്ങളെ പോലത്തെ ആൾമാർ മനുഷ്യന്മാർ അവിടെ തെക്കത്താൽ. പിന്നെ അവിടെ പന്തലെന്താവണം. പിന്നെ അതിൻ്റെ പേരിൽ യുദ്ധാവത്ത് ഗലാട്ടാവത്ത്. യോ റബ്ബി പോവട്ട്. നീ ഒരു ഹർഫ് ഓതിയെങ്കിൽ 10 രൂപ എങ്കിൽ എത്ര യാസീൻ നീ ഓതര അത്ര കണക്ക് നിൽക്ക് ഡെയിലി പൈസ കിട്ടുന്നു ചൊന്നെങ്കിൽ സുബ്ഹാനല്ലാഹ് ഓത്രമേൽ ഓത്താവത്ത് ഞങ്ങൾ എന്തേ പൈസ ഇവിടെ കിട്ടറല്ലേ. അർജൻറ്റ് കിട്ടുന്നതിൻ്റെ ബാക്കിലാണ് ഞങ്ങൾ ഓടിക്കൊണ്ടുള്ളേ. സുബ്ഹാനല്ലാഹ്. ഇതെല്ലാം താൽക്കാലികമാണ്, നശിച്ചു പോകേണ്ടതാണ്. ഇവിടെ മനുഷ്യൻ ഈ പെട്ടെന്ന് കിട്ടുന്നതിൻ്റെ ബാക്കിൽ പോകുമ്പോൾ ഉടമയ്ക്കത്ത നട്ടം തിരിഞ്ഞോണ്ടും പൂന്നോണ്ടും എന്തേ പൈസ കിട്ടറല്ലേ. പിന്നെ അതിൽ അനുഭവിക്കുക പോലും അവനക്ക് ടൈമില്ലെന്ന് ഇക്കലെ 10 നാൾ നീ ഇവിടെ നിൽക്കുമ്പോൾ പൈസ എത്രയാണ് കിട്ടുക? സഡൻ ഒരു വലിയ കോട്യാധിപതി വന്ന് ചൊന്തുണ്ട് വേരിക്കാം നിങ്ങൾ ഇത്ര ഓതിയെങ്കിൽ ഇത്ര പൈസ കിട്ടുക, അല്ലെങ്കിൽ ഇത്ര വക്ത് നിങ്ങൾ ജമാഅത്ത് വന്നെങ്കിൽ ഓരോ വക്തിക്ക് ഇത്ര തണ്ടാൻ ചൊന്നെങ്കിൽ സുബ്ഹാനല്ലാഹ് എപ്പോൾ ആളായിട്ടിക്കും. പിന്നെ ആ പൈസത്തെ അനുഭവിക്കുക പുരുഷത്തിക്കല. ഇതിരെ ജമ്മാക്കടെ സംഗ്രഹക്കടെ ഇതിരെ ബിസിയിൽ പിന്നെ അനുഭവിക്കുക പുരുഷത്തില്ല. അപ്പോൾ മനുഷ്യൻ ഞങ്ങൾ ഇതിൽ ഓരോന്നൊരു ആലോചനാക്കുമ്പോൾ ഇവിടെ ഞങ്ങൾ എന്തായോണ്ടുള്ളാന്ന് ചെന്നെങ്കിൽ പെട്ടെന്ന് കിട്ടുന്നതിരെ ബാക്കിൽ പോയോണ്ടുള്ള. പക്ഷേ പടച്ചോണാക്കിയെത്ത വാഗ്ദാനങ്ങൾ കയ്യും കണക്കുമില്ലാത്തതാണ്. അത് പിന്നല്ലേ, അതിപ്പത്തെ വിഷയമല്ല. ഇപ്പം കിട്ടുന്നതിനെങ്കിൽ ചൊല്ലറൂ ومن يبع آجلا منه ومن يبع آجلا منه بعاجله يبن له الغبن في بيع وفي سلم. ഇമാം ബുസീരി റളിയല്ലാഹു അൻഹു ചെന്ന പോലെ ദുനിയാവുക്ക് പകരം ആഖിറത്തെ വിക്കടാണ്ടായെങ്കിൽ അവനങ്ങ് സ്വത്ത് കൊണ്ടാ. അവസാനം കിട്ടുന്നതിരെ ബാക്കിൽ കൊണ്ടില്ല, പെട്ടെന്ന് കിട്ടുന്നത് അത് വേണമെന്ന് ചൊന്നിട്ട് ആഖിറത്തെ വിത്തിട്ട് ദുനിയാവിടെ അവൻ എടുത്താണ്ടായെങ്കിൽ അവനങ്ങ് നശിച്ചു കൊണ്ടാ. അപ്പം ഇങ്ങനെ ഓരോന്നര ബാക്കിൽ നിങ്ങൾ ആലോചനാക്കുമ്പോൾ ഇതെല്ലാം മനസ്സിലാവും. മൊത്തത്തിൽ എല്ലാമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്കാക്കിയെങ്കിൽ വാഗ്ദാനങ്ങൾ കയ്യും കണക്കുമില്ല. വളരെ ചെറിയ അമലുകൾ ആക്കിയെങ്കിൽ ധാരാളം പ്രതിഫലങ്ങൾ വാങ്ങാം. മാത്രവുമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിൽ കണ്ട് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, അമലുകളെല്ലാം നിയ്യത്ത് കൊണ്ടാണ്. അപ്പോൾ നല്ല നിയ്യത്ത് വെച്ചെങ്കിൽ ധാരാളം അത് ധർമ്മത്വ കിട്ടുന്നതാണ്. ഞാൻ തിന്നുമ്പോൾ ഇത് ഇബാദത്ത് ശക്തി കിട്ടുവാനായിട്ടാണ് തിന്നെങ്കിൽ നല്ല കൂലിയാണ് കിട്ടുവേണ്ടത്. അല്ല ഉച്ചയ്ക്ക് നല്ല ബിരിയാണി കണ്ടെത്ത് ഭയങ്കര ഫുഡാണ്. അപ്പോൾ ഓൻ്റെ നീയത്തെ സമയണ്ട് കെട്ടണം, സമയണ്ട് തിന്നോണം. എന്ത് പിന്നെ 1 ഗಂಟೆ ടൈമുണ്ട്, 2 ഗಂಟೆ ഉണ്ട്, സമ പോയിട്ട് ഉറങ്ങണമുണ്ട്, നീയത്ത് വർക്കാണ്. അതല്ല, ഈ ഭക്ഷണം ഞാൻ തിന്നരെ ഇബാദത്തുക്ക് സഹായം കിട്ടുവാനായിട്ടാണ്. നീയത്തുകൾ മാറുമ്പോൾ
നീയത്ത് നന്നാവുമ്പോൾ കൂലി വരെ കിട്ടു. സുബ്ഹാനല്ലാഹ്. എല്ലാത്തിലും ഭാര്യയുമായി ബന്ധപ്പെട്ടവരുടെ അവൻ്റെ നീയത്ത് നന്നാവുമ്പോൾ കൂലി അതിൽ വരെ കിട്ടു. അവൻ സുഖം അല്ലേ അനുഭവിക്കട്ടെ, എന്നാലും കിട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. അപ്പോൾ ഹലാലായ കാര്യങ്ങൾ വരെ നല്ല നീയത്ത് നാൻ വെക്കുമ്പോൾ ധർമ്മത്തുകിങ്ങ് കൂലി എടുക്കുകയുള്ളൂ. ഒരാൾ 10,000 രൂപ സ്വതക്ക കൊടുത്തു, എൻ്റെ കയ്യിൽ 10 രൂപ ഇല്ലേ, അപ്പം ഞാൻ വിചാരിക്കില്ല ഒരു 5,000 രൂപ എന്തിനെങ്കിൽ ഞാൻ ഒരു 3,000 രൂപ കൊടുത്തുറത്തെ എങ്കിൽ നിൻ്റെ നീയത്ത് സത്യസന്ധമാണ് എങ്കിൽ 3,000 രൂപ കൊടുത്ത കൂലി നീക്ക് കിട്ടിയിട്ടേത്ത് അവിടെ നീ കൊടുക്കണുണ്ടില്ലേ. പക്ഷേ നീയത്ത് സത്യസന്ധമാവണം. അതാർക്കും നമുക്ക് വെറുതെ ഒരാൾ അങ്ങനെ വിചാരിച്ചാൽ കൂലി കിട്ടുക ഇല്ല. കാരണം കൊടുക്കടവൻ അള്ളാഹു അല്ലേ. ഓൻ്റെ കൽബുടെ നീയത്ത് അള്ളാഹു വന്നുണ്ട്. ഓണു കിട്ടിരങ്ങോൻ കൊടുക്കത്താണ്, അത് അള്ളാഹു വന്നുണ്ട്. കെട്ടിരങ്ങോൻ കൊടുക്കത്ത എങ്കിൽ ഇല്ലാത്ത ടൈമിൽ ഓണിങ്ങനെ നീയത്ത് വെച്ചത് കൊണ്ട് ഓണുക അള്ളാഹു കൂലി കൊടുക്കുക. അള്ളാഹുടെ മങ്കാക്കുക ഉള്ളേ, അള്ളാഹുടെ മുന്നിൽ വഞ്ചനാക്കുക ഉള്ള, തട്ടിപ്പാക്കുക ഉള്ള, എവിടമോ മസാല കൊടുന്നിട്ട് എന്തെല്ലാം ബിസിനസ് ഹലാലാക്കിയിട്ട് പടച്ചോൻ്റെ മുന്നിൽ പോണുക ഉള്ള. കാരണം പടച്ചോണുകെല്ലാം വന്നോടു അവൻ്റെ വഞ്ചനാക്കുക ഉള്ള, തട്ടിപ്പാക്കുക ഉള്ള. ചില ആൾമാർ ജക്കാത്തറവിടെ വർഷപൂർത്തി ഇന്നെങ്കിൽ മാത്രം നിൻ്റെ കയ്യിൽ മിൽക്കിന്നെങ്കിൽ മാത്രം ജക്കാത്ത് കൊടുക്കണം. അപ്പോൾ ചില ആൾമാർ ഹിക്മത്ത് എന്തിന് വർഷപൂർത്തിയില്ല ഒരു 10 തിങ്കളാവുമ്പോൾ ഓൻ്റെ കയ്യിൽ നിന്നെങ്കിൽ എത്ത് ജണ്ടാക്കട കൊണ്ട് പെഞ്ഞായി കൊടുത്ത് പുറത്തൊരു ആൾമാർ കൊടുത്തില്ല. ചൊന്നും കിട്ടണല്ലേ, കിട്ടില്ല എന്ന് ചൊല്ലി കിട്ടും ചൊല്ലെ പിന്നെ കിട്ടില്ല എന്ന് ചൊന്നിട്ട് നമുക്ക് പേടിയുണ്ട്. പെഞ്ഞായി കൊടുത്തെങ്കിൽ പിന്നെ എടുത്തോളല്ലേ ഇൻ്റെ അവൾ കൊടുത്ത് ഇന്നിക്കയത്തും ചൊന്നിട്ട്. അപ്പോൾ ഓൻ്റെ കയ്യുടെ മിൽക്കങ്ങ് പോയിത്ത് പിന്നെ ജന്നാൾ കഴിഞ്ഞിട്ട് അവളെ കയ്യിൽ എടുത്തോണ്ട. അപ്പോൾ വർഷം അവിടെ മുറിഞ്ഞിത്ത് അതുകൊണ്ട് എൻ്റെ സക്കാത്തില്ലേ. പുറത്ത് ലാഹിറായി നോക്കുമ്പോൾ മസാല ശരിയാണ്. ശരി നിന്നെന്താക്കില്ല ഓൺ സക്കാത്തിലെ തൊട്ട് രക്ഷപ്പെട്ട. കാരണം ഒരു വർഷം ഓൻ്റെ കയ്യിലില്ലെന്ന് ഓൻ്റെ പെഞ്ഞായിക്കും കൊടുത്തിട്ടിന്ന അങ്ങനെ ചെല്ലുവാറ്. പക്ഷേ പഠിച്ചോണ് വന്നിട്ടുണ്ട് ഓൻ്റെ നീയത്ത് എന്താണ് ഭൗതികമായ ഊടെ ഓൺ രക്ഷപ്പെട്ടാണ്ടായെങ്കിലും ചിലപ്പോൾ ഇസ്ലാമിക് ശരിയാത്തുള്ള അവിടെ ഓൻ്റെ കയ്യിൽ ആ സക്കാത്ത് എടുക്കാല. എന്തുകൊണ്ട് ഓൻ്റെ കയ്യിലില്ലെന്നല്ല ഒരു വർഷം ഓണോൻ്റെ പെഞ്ഞായി കൊടുത്തിട്ടിന്നല്ലേ പിന്നല്ലേ ഓൻ്റെ കൈക്ക് വന്നേ. പക്ഷെ അള്ളാഹു ഓൻ്റെ നീയത്ത് വന്നോട് ഓണു ഇത് എന്താക്കിയതാണ്, തട്ടിപ്പാക്കിയതാണ്. ഓൺ ബച്ചാവാകുവാനായിട്ടുള്ള പണിയാണ് എടുത്തത്. എങ്കിൽ ഒരാളൊരു ഉദാഹരണം ചൊന്ന് നാളെ നിൻ്റെ നരകത്ത് കിടുക റബ്ബ് നിൻ്റെ എന്തെങ്കിലും നരകത്തിട്ട് സക്കാത്ത് കൊടുത്തിട്ടല്ലേ നിൻ്റെ നരകത്ത് കിട്ട നല്ലൊരു പെട്ടിയാക്കിയിട്ട് പെട്ടിയെ ഉൾക നിൻ്റെ വെച്ചിട്ട് നരകത്ത് കിട്ടേ. അപ്പോൾ അടച്ചോൻ ചൊല്ലുവാ നിൻ്റെ നാൻ നരകത്ത് കിട്ടിട്ടില്ലല്ലേ പെട്ടിയിലല്ലേ ഇട്ടേറ്റ്. ഒരു ഉദാഹരണമാണ് ഒരാൾ ചെന്ന്. അപ്പോൾ ഇവിടെ പടച്ചോൻ്റെ തട്ടിപ്പാക്കുക വഞ്ചനാക്കുക നീയത്ത് എന്താണോ നിൻ്റെ കൽബിലുള്ള അത് പടച്ചോന് വന്നിട്ടുണ്ട്. സത്യസന്ധമായ നീയത്താണ് എങ്കിൽ അള്ളാഹു കൊടുക്കൂടാ. ചില ആൾമാർ ചൊല്ലണം നക്ക് അതിന്തരം നാൻ കൊടുക്കത്ത ഇതിന്തരം കൊടുക്കത്ത വെറുതെക്കും ചൊല്ല അത് അവൻ്റെ കയ്യിൽ കിട്ടിയിട്ടാകുമ്പോൾ നോക്കണു കിട്ടിയപ്പോൾ അവൻ കൊടുക്കുവാണ്. അങ്ങനെ പല ആൾമാരും വന്ന് പോയിടാണ്. അങ്ങനെ ഇന്നരം ഞാൻ ഇങ്ങനെ ആക്കത്തെ ഇങ്ങനെ ഇന്നരം അങ്ങനെ ആക്കത്തേന്ന് ചൊന്നവನು ഓൻ്റെ കയ്യിൽ അങ്ങ് പൈസ ആയപ്പോൾ പിന്നെ അവൻ ആ ഭാഗത്തുകയില്ല എല്ലാം മറന്ന സുബ്ഹാനല്ലാഹ്. പിന്നെ അങ്ങ് പൈസ ആയപ്പോൾ പിന്നെ അവനക്ക് സ്വലാത്തും വേണ്ട, ജമാഅത്തും വേണ്ട, നിസ്കാരവും വേണ്ട, പിന്നെ ലാസ്റ്റ് എന്തും വേണ്ട. അവನು ബിസിയുടെ മേലിൽ ബിസി അങ്ങനെ ആയി നട്ടം തിരിഞ്ഞ് എനിക്ക് എത്ര ആൾമാറുള്ള ഒരാളൊരു ഉദാഹരണം ചൊന്തു. ഒരു ഉസ്താദ് അല്ലെങ്കിൽ വേറൊരാൾ എതിരിലുള്ള എനിക്കെത്ത ഒരാളൊട്ടിക്കടെ നിക്കുമിത്ത് വിമാനേന്ദ്രം നീ പള്ളി കൊടുക്കത്തെ നാ കൊടുക്കത്തെ എന്ന് ചെന്ന നിക്ക് ഹടകിന്ദ്രം കൊടുക്കത്തെ ഷിപ്പിന്ദ്രം 1 10 കൊടുക്കത്തെ ഒക്കെ നിക്ക് നല്ല BMW കാറിനെങ്കോ നാ കൊടുക്കൂടെ, ഇന്നോവ അതും കൊടുക്കൂടെ. അങ്ങനെ കൊടുത്ത് എല്ലാം വൈത്ത് ലാസ്റ്റ് എടുത്ത് നിക്കൊരു പയ്യനെങ്ങ് നീ കൊടുക്കുവേ അത് നാ കൊടുക്കില്ല എന്ന് ചെന്ന വിമാനം കൊടുക്കണവണു, അടക് കൊടുക്കണവണു, ഇന്നോവ കൊടുക്കണവണു ഒരു പയ്യ വലിയ വിഷയമാണ്. അപ്പോൾ അവൻ ചെന്നവള നേരത്തെ നിങ്ങൾ ചെന്നാറല്ല അതെല്ലാം നക്കില്ലാത്തതാണ്. വിമാനവും നക്കില്ല, അടവും നക്കില്ല, ഇല്ലാത്തത് കൊടുക്കും എന്ത് തല വെച്ചോണ്ട. ഇത് നക്കുള്ളത് ഈ പയ്യ ഓണ് കൊണ്ടു ഉള്ളതോ കൊടുക്കാല, ഇല്ലാത്തത് കൊടുക്കുകയോടു. സുബ്ഹാനല്ലാഹ്. ഇതുപോലത്തെ നീയത്ത് ഉണ്ടായെങ്കിൽ പഠിച്ചോണ്ട് പോകുന്ന അവിടെ അവൻ കൂലി കൊടുക്കാല. ഒരാളങ്ങ് നടന്നുകൊണ്ട് പോയിട്ടിരിക്കുമ്പോൾ കുറേ ആട് കാണും, കോലി കാണും. അപ്പോൾ അവൻ ചൊല്ലേ ഈ കോലി എല്ലാം ഞാൻ പള്ളിക്ക് സക്കാത്ത് കൊടുത്തേ, സദക്ക കൊടുത്തേ, അല്ലെങ്കിൽ ഇന്നാൾ കൊടുത്തേൻ കേൾക്കടവൻ പേരിക്കൊണ്ട് ഇതെല്ലാം ഓണ്ടത് സംഗതി ഓണ്ടതല്ല. ഓണ്ടതല്ലാത്ത ഒന്നര ಬಗ್ಗೆ ನಾನೆಲ್ಲ അവിടെ കൊടുത്തേന്ന് ചൊല്ലു സുലഭമാണ്. അത് അവിടെ കൊണ്ട് വിഷയമല്ല, നടക്കില്ല. അതേ സമയത്ത് നിൻ്റെ ദൊക്കുണ്ടായി നീ കൊടുക്കുവേ. വിമാനം നിൻ്റൊട്ടി എന്തിരെങ്ങ് നീ കൊടുക്കത്തേ, ഈ കാർ നിൻ്റൊട്ടി എന്തിരെങ്ങ് നീ കൊടുക്കത്തെയോ റബ്ബ് നാ കൊടുക്കലന്ത്. അതുകൊണ്ടാണ് അതെന്തും നണ്ടൊട്ടികയില്ല, അതുകൊണ്ട് നാനത് കൊടുക്കുക. ഇത് നണ്ടൊട്ടിക ഉള്ളത് നാൻ കൊടുക്കുക റെഡിയില്ല. ഇങ്ങനെ നീയത്താവുമ്പോൾ അത് പഠിച്ചോണ്ട് പോകുന്നതാവുള്ളൂ. ഇന്നമല്ല അമല് പിന്നിയ എല്ലാ അമലുകളും നീയത്തുകളെ കൊണ്ടാണ്. അപ്പം നല്ല നീയത്ത് സത്യസന്ധമായി ആറാക്കടാണ്. അതുക്ക് ധർമ്മത്തുകും ദെച്ചവുടക്ക് കൂലി ബാരിക്കൂട്ടുകാവുടൂ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പടിപ്പാട്ടിത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സത്യങ്ങൾ മനസ്സിലാക്കി ധാരാളം സൽക്കർമ്മങ്ങളാക്കൂ, അത് സ്വീകരിക്കപ്പെട്ട രൂപത്തിലാവൂ. അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.